ഹലോ ഗൈസ്, മാംസാഹാരമാണോ വിതരണം ചെയ്യില്ലെന്ന് ഹൈദരാബാദിലെ സ്വിഗ്ഗി ഏജന്റുമാർ. എടാ, നിങ്ങൾ അത് വിതരണം ചെയ്തില്ലെങ്കിൽ നിങ്ങളെ ജോലിയല്ലേ പോണത്. കുളത്തിനോട് ദേഷ്യം പിടിച്ചിട്ട് ചന്തി കഴിവാതെ പോയ അവസ്ഥയാകും. എടാ, നിങ്ങൾ കഴിക്കുന്നില്ലേലും കഴിക്കുന്നവർക്ക് അത് കൊടുത്തുകൂടെ കൊണ്ടുപോയി. എടാ, നിങ്ങൾക്കൊരു ജോലി തരുമ്പോൾ നിങ്ങൾക്ക് അത് ചെയ്യാൻ വയ്യെങ്കിൽ നിങ്ങളെ വേറെ ജോലി നോക്കി പോകണം. അപ്പൊ അവര് വേറെ ജോലി അറിയാന്നുള്ള നല്ല ചുണക്കുട്ടികളെ കൊണ്ട് ഇറങ്ങും. നിങ്ങൾ അവിടെ ഇരുന്ന് നമ്പിനാൽ ആ ചിക്ലിയും പേടിച്ചോണ്ട് പോകും. ഓക്കെ, എന്തോ കാര്യമായിട്ട് കാണിക്കുന്നുണ്ട്. എന്നതാണ് അവിടെ കിടന്ന് കാണിച്ചു വിട്ടണത്? ഒരു തെറുകയുള്ളല്ല. അരിച്ചാക്ക് കെട്ടിയിട്ടാണോ കളിക്കുന്നത്? തൂവാണോ പൂവാണോ എന്നറിയില്ല. എന്തായാലും റീ. ആരടാ അവർക്ക് ആ മുതുക്ക് മൈക്കൊക്കെ മേടിച്ചു കൊടുത്തത്? ശത്രുക്കൾക്ക് അയച്ചു കൊടുത്ത് വെറുപ്പിക്കുക. എന്റെ പൊന്നിയച്ചി പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ 2 ഏക്കർ മാറി നിന്ന് കേട്ടേനല്ല. എന്നെ കരയിപ്പിച്ചളഞ്ഞു. അകലെ നീ പോയാലും നിഴലാവാം ഞാൻ, വരുവോളം വഴിയോരം തിരിയാവാം ഞാൻ. സാധാരണ കണ്ണിന് പുറത്താണ് എഴുതണത്, ഇതിപ്പോ കണ്ണിനകത്ത് എഴുതി തുടങ്ങിയ. ഓ, ഇതാണല്ലേ കലിപ്പന്റെ കാന്താരി. എന്തോ ഭാഗ്യം കുതിരയെ പൊടുക്കാവാത്തത്. ആ കോൺഫിഡൻസ് കണ്ടാ? ഇങ്ങനെയാണ്ടാ വേണ്ടത്. ആ വീണിട്ട് എണീറ്റ് കളിക്കുന്ന ആ കോൺഫിഡൻസ് ഉണ്ടില്ലേ? പെണ്ണുങ്ങളായ ഇങ്ങനെയാണോടാ? എടാ, ഇത് കറികളല്ലടാ കൊണ്ടുപോയി പുറത്തൊഴിക്കുന്നത്. ഇതൊക്കെ എവിടത്തെ ആചാരോടെ? ഇതൊക്കെ മനുഷ്യന്മാരിവിടെ കിടന്ന് ഒരു നേരത്തെ ആഹാരത്തിന് നെട്ടോട്ടം ഓടണം. ഇവിടെ കറി വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞു കളിക്കും. കൊണ്ണ തന്തയില്ലാത്ത ചെറ്റത്തരമാണ് ആഘോഷത്തിന്റെ പേരിൽ ഈ കാണിക്കുന്നത്. ശരിയാണ്, പരമ ചെറ്റത്തരം. ആഹാരം വേസ്റ്റ് ചെയ്താണടാ ഇങ്ങനത്തെ ആചാരങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കുന്നത്. സാമ്പാറും തൈരും മോരൊക്കെയാണെന്ന് തോന്നുന്നു കേട്ടോ. എന്തൊരു ആൾക്കാരുടെ ഇതൊക്കെ. ഇതിനെങ്ങനെ പിടിച്ചോണ്ട് നമ്മളിങ്ങനെ നോക്കി കഴിഞ്ഞാല് ഇതിന്റെ കംപ്ലീറ്റ് അണ്ണാ ഇരയാണല്ലോ അണ്ണാ. പള്ളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതെന്തിനാന്ന് ഇപ്പൊ കാണിച്ചു തരാം. നമുക്ക് ഇത്ര ഉയർന്നിട്ട് കിട്ടി. ഈ സാമാനത്തിന് കൈ കൊണ്ട് പിടിക്കണേ എനിക്ക് അറപ്പാണ്. പൊട്ടിത്തെറിയൊക്കെ നടക്കുന്നുണ്ട്. കൂടുതൽ ഭയങ്കര ഓക്കാനം വരുന്ന ആ സീനൊന്നുമില്ല. നീ തിന്നാടാ അത്? ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ വളരെ വെറൈറ്റി ആയിട്ട് ഒരു കാര്യമാണ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ മണ്ണിലല്ലേ എർത്ത് പോകുമ്പോൾ നമ്മുടെ മലപ്പുറം ജില്ലയിലൊക്കെ പുയരാന്നാ പറയാം. ഈ സാധനത്തിനെ മണ്ണിന്ന് തോണ്ടിയെടുത്തിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് നമ്മൾ റെസിപ്പി ആക്കിയിട്ട് കഴിക്കാൻ വേണ്ടി പോകണം. ഈ വടി ഉണ്ടോ? ഈ വടി ഇങ്ങനെ നമ്മൾ നടത്തിക്കുന്ന ഓട്ടണ്ടാക്കിയിട്ട് കുത്തി വെക്കുക. എന്നിട്ട് അതിൽ കയറി ഇരിക്കുക. ഇങ്ങനെ അപ്പ് ചെയ്തുകൊടുക്കുക. ഈ വൈബ്രേഷൻ താഴത്തേക്ക് പോകുമ്പോൾ സാധനങ്ങൾ പൊന്തി വരുന്നതാണ് യൂട്യൂബിൽ ഇംഗ്ലീഷ് ആയിട്ടുള്ള മഹാമാരി പറഞ്ഞിട്ടുള്ളത്. സംഗതി വർക്കിംഗ് ആണ്, നോക്ക്. കിട്ടിയതിന്റെ സന്തോഷം. ഇങ്ങനെ പോയ ചൂണ്ടക്കാർക്ക് ഇവനൊരു ഭീഷണിയാവും. 85% പ്രോട്ടീൻ ആണ് അതിലുള്ളത്. നിങ്ങളെ പിടിച്ചോണ്ടോ ഈ പൊരിച്ചു തന്നതിന്റെ ഒരു ഫുൾ വീഡിയോ നമ്മൾ ചാനൽ ഇട്ടിട്ടുണ്ട്. അതിന്റെ ലിങ്ക് കമന്റിൽ ആദ്യം കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എന്തായാലും കയറി കാണണം. നല്ല ക്രിസ്പിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ വെറുതെ തള്ളുന്നല്ലോ, നല്ല ടേസ്റ്റ് ആണ്. ഒരു വത്തൽ മീൻ വെച്ച മാതിരി എനിക്ക് തോന്നുന്നു. വത്തൽ മീന അത് തോന്നടാ. പ്ലെയറാ സ്ക്രബ്ബർ
കാരിരുമ്പിന്റെ കരുത്ത് വെട്ടിത്തിളങ്ങും നിങ്ങളും നിങ്ങളുടെ വീടും. സർഫാ അയ്യേ. പുള്ളിക്കാരി മൈക്കാട്ട് പണിയിലാണ് തുടങ്ങിയെങ്കിലും ക്ലൈമാക്സ് കൊള്ളാം. കക്കൂസ് കഴിയുന്ന ബ്രഷ് ഒന്നും കിട്ടിയില്ലേ പല്ല് കൂടെ തേക്കാൻ. അതും കാണൂടാ, പറയാൻ പറ്റൂല. അടുത്ത പ്രാവശ്യം നമ്മളെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് മത്സരിക്കാൻ ഞാനൊരു കാൻഡിഡേറ്റിനെ ഇറക്കുന്നുണ്ട്. അതിനുള്ള എല്ലാ ക്വാളിറ്റിയുള്ള ഒരു മനുഷ്യനെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. जनवरी फरवरी मार्च अप्रैल मई जुलाई सितंबर अठुंबर नवंबर संडे ഫുണ്ടേ मार्च अप्रैल मई मई മൈ 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 जुलाई अकुंदर കുണ്ടനാ അതാര്? नवंबर अक्टूबर 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 नवंबर. ആരെങ്കിലും അടുത്ത പ്രാവശ്യം ഒരു സീറ്റ് കൊടുക്കണേ. അപ്പൊ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക.